ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 65. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. വിവർത്തനം: എപ്പോഴും എന്നെ ഓർക്കുക, എൻ്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്കെന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഭാവാർത്ഥം: തികച്ചും കൃഷ്ണൻ്റെ ശുദ്ധഭക്തനാവുകയും എപ്പോഴും ഭഗവാനെക്കുറിച്ച് സ്മരിക്കുകയും അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നതാണ് അതീവ രഹസ്യമായ ജ്ഞാനം. ഔദ്യോഗികമായി ഒരു ധ്യാനിയാകേണ്ടതില്ല. കൃഷ്ണനെക്കുറിച്ച് നിരന്തരം സ്മരിക്കാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യേണ്ടത്. 24 മണിക്കൂറും കൃഷ്ണസ്മരണ കൂടിയേ കഴിയൂ എന്നു വരുന്ന വിധത്തിൽ ജീവിതക്രമം ചിട്ടപ്പെടുത്തണം. ഇങ്ങനെ കൃഷ്ണാവബോധനിഷ്ഠനാകുന്ന ഒരാൾ തീർച്ചയായും തൻ്റെ ധാമത്തിലെത്തുമെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു. അവിടെ അയാൾ ഭഗവാനുമായി സഹവസിക്കുകയും ചെയ്യും. തൻ്റെ പ്രിയ സുഹൃത്താകയാലാണ് ഈ അതീവ രഹസ്യജ്ഞാനം അർജുനന് അദ്ദേഹം നൽകിയത്. അർജുനൻ്റെ ഈ മാർഗം പിന്തുടരുന്ന എല്ലാവരും കൃഷ്ണന് സുഹൃത്തായിരിക്കും. അർജുനനെ പോലെ പരിപൂർണത നേടുകയും ചെയ്യും. കൃഷ്ണനിൽ മുടിക്കെട്ടിൽ മയിൽപ്പീലികൾ ചൂടി 2 കൈകളാലും ഓടക്കുഴലേന്തി നിൽക്കുന്ന ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ വാക്കുകളിലൂടെ ഊന്നിപ്പറയുന്നത്. ബ്രഹ്മസംഹിത മുതലായ ഗ്രന്ഥങ്ങളിൽ കൃഷ്ണന്റെ പല വർണ്ണനാ ചിത്രങ്ങളുമുണ്ട്. മനസ്സുറപ്പിക്കേണ്ടത് മൗലികമായ ഈ രൂപത്തിലാണ്. മറ്റു ഭഗവത് രൂപങ്ങളിലേക്ക് പോലും മനസ്സ് നീങ്ങരുത്. ഭഗവാൻ കൃഷ്ണന് വിഷ്ണു, നാരായണൻ, ശ്രീരാമൻ, വരാഹം മുതലായ വിവിധ രൂപങ്ങളുണ്ട്. പക്ഷേ അർജുനന് മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ ദിവ്യരൂപത്തിലാണ് ഭക്തൻ ശ്രദ്ധ ഏകാഗ്രീകരിക്കേണ്ടത്. കൃഷ്ണനിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കലാണ് ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഗോപ്യമായ വശം. തൻ്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഇത് വെളിപ്പെടുത്തിയത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.